അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അച്ഛൻ എന്നെ ആക്ഷേപിച്ചപ്പോ അമ്മയുടെ നാവ് ഇറങ്ങിപ്പോയി. ഞാനും ഒരു അച്ഛനമ്മേ എന്റെ ഭാര്യയുടെയും മകന്റെ മുന്നിൽ വെച്ച് അപമാനം ഏറ്റുവാങ്ങുമ്പോ എനിക്കും നോവും. അപ്പൊ നീ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്നർത്ഥം. എനിക്കാരെയും തോൽപ്പിക്കണ്ട. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പോവാ. ആയിക്കോ. അച്ഛനും മകന്റെ ഇടയിൽ അമ്മ എന്നുള്ളൊരു ജീവി കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സുചിത്രേ, മോളെന്തൊന്നും പറയാത്ത? അവൾക്കൊന്നും പറയാനില്ല. അച്ഛൻ പറയുന്ന വാക്കാണ് അമ്മയ്ക്ക് അവസാന വാക്കെങ്കില് ഞാൻ പറയുന്ന വാക്കാണ് സുചിത്രയ്ക്ക് അവസാന വാക്ക്. സുചിത്ര ആന്റി, ഇങ്ങോട്ട് മാറിക്കോ കൊച്ചങ്ങട്. ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ കയറി വന്നോളൂ. മാറി നിൽക്കും മോളെ, ചിലരൊക്കെ തട്ടിയ സെപ്റ്റിക് ആവും. പിന്നൊരു കാര്യം, ഞാനിവിടെ വാങ്ങിച്ചു വെക്കുന്ന അരിയും പരിപ്പും പലവ്യഞ്ജനവും ഒക്കെ ആരും കൈയിട്ട് വാരരുത്. വാരിയാൽ വിവരം അറിയും. പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും വെച്ച് പൂട്ടാൻ പുതിയൊരു അലമാരി വാങ്ങണം. ഇല്ലെങ്കിലേ കള്ളക്കൂട്ടങ്ങൾ മോഷ്ടിച്ചു കളയും. ഇങ്ങനൊന്നും പറയരുത് പ്രകാശേട്ടാ. പറയൂടി, പറയും. പിന്നെ നിന്നോട് പ്രത്യേകം പറയാ, ഇത് എന്റെ അമ്മയാ, നിന്റെ അമ്മയല്ല. ഇവരോട് ആരോടെങ്കിലും നീ മിണ്ടിയാൽ അന്ന് നീ നിന്റെ വീട്ടിലിരിക്കും. മനസ്സിലായോ? അച്ഛമ്മ ഒരു കഥ പറഞ്ഞുതരാം. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ച പാമ്പിന്റെ കഥ. പാമ്പോ? അതാരാ? അതോ വലിയ വിഷമുള്ള ഒരു പാമ്പാ. വാ പറഞ്ഞുതരാം.